ഹലോ, പറയടാ. കൊറേ നാളായാലേ വിളിച്ചിട്ട്. നമ്മളൊന്നും വിളിച്ചാ നീ എടുക്കത്തില്ലല്ലോ. ആ, ചുമ്മാ വിളിച്ചാണോ? ഞാൻ നിന്നെ വിളിച്ചെന്ന് പറഞ്ഞാ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി നോക്കാൻ വേണ്ടിയായിരുന്നു. ഇവിടെ മടുത്തടാ, ശമ്പളവും ഇല്ല, കൊറേ നാൾ നിന്നിട്ട് ബെനിഫിറ്റും ഇല്ല. ഞാൻ ഇവിടെ വിടുവാടാ, വേറെ എന്തെങ്കിലും ജോലി നോക്കണം. ഞാനാണ് ഷർട്ട് എത്തിക്കാൻ പോകണം. ഇപ്പഴാ നീ വിളിച്ചത്. ഷർട്ടിനാണ് കേടാ നമ്മളൊക്കെ ജീവിതം. വലിക്കുന്ന ദോഷമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ വലിക്കുന്നു. ജീവിതം ഇപ്പൊ അതേ കണക്കായി. എന്നും ജോലിക്ക് പോയിട്ട് ദാരിദ്ര്യം മാത്രം. ശരിടാ, ഞാൻ വിളിക്കാം. ഓക്കെ. ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാടി. ഈ ജോലി വിടുവാടി. ജോലി ഇല്ലേ എന്തോ, വേറെ ജോലി നോക്കും. നിനക്ക് പട്ടത്തിനെ കളഞ്ഞിട്ട് പോകും. കമ്പനി എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. നമ്മളൊക്കെ ഉണ്ടോ? എത്ര? 15. നീ ഓക്കെ ആണോ? ഓക്കെ. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി വരുന്നു. ഞാൻ ഈ ജോലി വിടുവാടാ. അടുത്ത് കൊറേ നാളായില്ലേ. എനിക്ക് പോരാ നിന്നെ ഇപ്പൊ എടുക്കുന്നത്. ഞാനൊക്കെ വന്നപ്പം എക്സ്പീരിയൻസും ഓരോരോ എക്സ്പീരിയൻസ് ഒത്തിരി കാര്യങ്ങൾ കാണുമായിരുന്നു. നീ എന്നാലും നിനക്ക് രക്ഷപ്പെട്ടല്ലേ. നീ അതിന് ജോലിക്ക് വന്നു? ആദ്യമായിട്ടോ റിസൈൻ ചെയ്യാൻ എന്താ കാരണം? കാരണം കുറെ ഉണ്ട്. എന്നാലും മേ ബി സാലറിയാണ് ഏറ്റവും ഇഷ്യൂ. ഞാൻ ഇവിടെ 3 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരേ സാലറി, ഒരേ ജീവിതം. എന്ന് ശമ്പളം കിട്ടുന്ന അന്ന് തന്നെ അത് ആ മാസം തന്നെ ഫുൾ സാലറി തീരും. ഇപ്പൊ മേ ബി എനിക്കൊരു 15,000 രൂപ മാസം കിട്ടും. അതില് 2,000 രൂപ സംതിങ് പെട്രോൾ, 3,000 രൂപ EMI, പിന്നെ കറണ്ട് ബില്ല്, വാട്ടറിന്റെ ബില്ല്, പിന്നെ വീട്ടിൽ കൊടുക്കും. എല്ലാം കൂടെ മാസം അവസാനം വട്ടപ്പൂജയാകും. ഒന്നും ആവത്തില്ല. പിന്നെ ഇത് കണക്ക് ഇങ്ങനെ രാവിലെ വരുന്നു, വൈകിട്ട് പോകുന്നു, രാവിലെ വരുന്നു, വൈകിട്ട് പോകുന്നു. ഞായറാഴ്ചക്ക് വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കും. ഞായറാഴ്ച വൈകിട്ടാകുമ്പോൾ വീണ്ടും തിങ്കളാഴ്ച ആവും. പിന്നെ ഒരാഴ്ച ജോലിക്ക് പോകണം. അങ്ങനെ മടുത്തു. മെയിനായിട്ട് ബ്രോ സേവിങ്സ് ചെയ്യാൻ പറ്റത്തില്ല. 10 പൈസ സേവിങ്സ് ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ ഇങ്ങനെ വട്ടപ്പൂജയോ മാസം അവസാനം. ഇത്രേ ഉള്ളു ജീവിതം. ചേഞ്ച് വേണം. പിന്നുണ്ടല്ലോ, പിന്നെ ഒരു ചേഞ്ച് ഉണ്ട്. നമ്മളെ കമ്പനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഈ 3 കൊല്ലം കൊണ്ട്. കമ്പനി നല്ലോണം വളർന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ സാലറി വളരത്തില്ല. ഈ കമ്പനി എന്തൊക്കെ വളർന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഇതേ സാലറി കിട്ടും. എന്റെ കൂടെ കയറിയവരാരും ഇപ്പൊ നമ്മളെ കമ്പനിയില്ലേ. എന്റെ കൂടെ കൂട്ടുകാരന്മാർ ഒത്തിരി പേരുണ്ടായിരുന്നു. പലരും പല മേഖലയിൽ എത്തിപ്പെട്ട് ഞാൻ എന്റെ 3 കൊല്ലം വെറുതെ ഇവിടെ കൊണ്ട് കളഞ്ഞു. പിന്നെ എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനാണ് ഇപ്പൊ അവിടെ പുറത്ത് ഒന്ന് മുട്ടായി വാങ്ങിച്ചില്ലേ, അവിടുന്ന് അവൻ കടയിട്ട് അവൻ രക്ഷപ്പെട്ടു. അവന്റെ പാഷനിലൂടെ രക്ഷപ്പെട്ടു. നമുക്കും പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും നോക്കണം ഇതുപോലെ. എന്തായാലും